ബ്രിട്ടീഷ് പാർലമെന്റിലാണ്. ഇരുപക്ഷത്തും ലേബർ പാർട്ടിയിലും അതുപോലെ തന്നെ അപ്പുറത്തുള്ള കൺസർവേറ്റീവ് പാർട്ടിയിലുള്ള ഭൂരിപക്ഷ എം പിമാർ ഒരു സ്വതന്ത്ര എം പി ചില്ലറക്കാരനല്ല. അദ്ദേഹം ജെർമി കോർബിൻ എന്ന് പറയുന്നത് നേരത്തെ ലേബർ പാർട്ടിയുടെ തലവനായിരുന്ന ആളാണ്. അദ്ദേഹം ഇൻഡിപെൻഡന്റ് എം പി ആണ്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് ഇസ്രായേലിന് കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെതിരെ ഉപരോധമടക്കം ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിന് ഉപരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ വംശഹത്യ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിഞ്ഞു ഇസ്രായേലിനെതിരെ. അപ്പോൾ ആ തരത്തിൽ ലോകത്തിൻ്റെ മനസാക്ഷി തന്നെ ഇസ്രായേലിനെതിരെ തിരിയുന്നുവെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് എടുക്കുന്നത്. ഇസ്രായേലിനെ അവിടെ ഇസ്രായേലുകാർ അവിടെ ആക്രമിക്കപ്പെടുന്നതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാടുകളിലേക്ക് ട്രംപ് പോകുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷം ലോകരാജ്യങ്ങളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. UN രക്ഷാസമിതിയിൽ ഇന്ന് വോട്ടെടുപ്പുണ്ട്.